നമസ്കാരം. ഡി ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടിയ സംഭവത്തിൽ അസാധാരണ നീക്കവുമായി സംസ്ഥാന സർക്കാർ. അഡ്വക്കേറ്റ് ഗീനാകുമാരിയെ ഇന്ന് തന്നെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റും. പകരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനാണ് തീരുമാനം. കേസ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ച വരുത്തിയ അഡ്വക്കേറ്റ് ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കി കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നീക്കം നടക്കുന്നത്. ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചെന്ന ആരോപണം ശക്തമായതോടെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. കേസിന്റെ ഗൗരവം കുറയ്ക്കുന്ന തരത്തിൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ നിലപാടെടുത്തത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് നടപടി. 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് വൻ വീഴ്ചയായി വിലയിരുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ കർശന നടപടികളിലേക്ക് കടക്കുന്നത്. 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂട്ടറുടെ ഇടപെടൽ മൂലമാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ജാമ്യം നൽകരുതെന്ന് വ്യക്തമാക്കുന്ന 13 കാരണങ്ങളടങ്ങിയ പോലീസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പ്രോസിക്യൂട്ടറുടെ കൈവശമുണ്ടായിരുന്നിട്ടും ഇത് അവഗണിച്ച് പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. പോലീസ് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി പ്രോസിക്യൂട്ടർ നടത്തിയ ഈ വാദം കോടതി ജാമ്യം അനുവദിക്കുന്നതിന് കാരണമായി. ഈ സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP ആസിഫ് അലി അന്വേഷണ ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി റിപ്പോർട്ടുകളുമായി തിങ്കളാഴ്ച ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി കേസിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന് ഡിയും ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേസിൽ നേരിട്ട് കക്ഷി ചേരാൻ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സനത് റെഡ്ഡി കോടതിയിൽ ഹർജി നൽകി. അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂട്ടർ സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം സംശയാസ്പദമാണെന്നും ഡി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഗൂഢാലോചനയുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ടെന്നും ഒളിവിലുള്ള മറ്റു പ്രതികളെ പിടികൂടാൻ ജാമ്യം തടയേണ്ടത് അത്യാവശ്യമാണെന്നും ഡി വ്യക്തമാക്കി. അവസാന നിമിഷം മാത്രമാണ് പോലീസ് റിപ്പോർട്ട് ലഭിച്ചതെന്ന പ്രോസിക്യൂട്ടറുടെ വാദം കളവാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. ഈ മാസം 18 തന്നെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നിട്ടും ജാമ്യ ഹർജി പരിഗണിച്ച 24ാം തീയതി വരെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താനോ നിലപാട് വ്യക്തമാക്കാനോ പ്രോസിക്യൂട്ടർ തയ്യാറായില്ല. നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന അക്രമം ഡിയെ തടയാൻ വേണ്ടി മാത്രം നടത്തിയതാണെന്നിരിക്കെ കേസിനെ ലഘൂകരിക്കാൻ പ്രോസിക്യൂട്ടർ കാണിച്ച അമിത ആവേശം കേസിന്റെ അടിവേരിറക്കുന്നതാണ്. കേസിൽ കക്ഷി ചേരാൻ ഡി കൂടി എത്തുന്നതോടെ ഉന്നത നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തൽ. ശക്തമായ ഇടതുബന്ധമുള്ള വ്യക്തിത്വമാണ് ഗീനാകുമാരിയുടേത്. ഇവർ സഖാക്കൾക്ക് വേണ്ടി കേസിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് നിഗമനം. CPM നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞതാണ്. ഇക്കാര്യം പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഡി ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിനിടയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ശക്തമായ ഡിജിറ്റൽ തെളിവുകളും മൊഴികളും ഉണ്ടായിരുന്നിട്ടും കോടതിയിൽ അത് ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്നാണ് വിലയിരുത്തൽ. കേസിന്റെ ഗൗരവം ചോർത്തിക്കളയുന്ന രീതിയിലുള്ള ഇടതുചായ്വാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ഉയർന്നു വരുന്ന പ്രധാന ആക്ഷേപം. മെയ് 27-നാണ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഡി ഒരേ സമയം റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരത്ത് 8 മണിക്കൂറോളം പരിശോധന നീണ്ടു നിന്നിരുന്നു. പരിശോധന കഴിഞ്ഞ് മടങ്ങിയായിരുന്ന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങളാണ് പ്രതിഷേധക്കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. കല്ലുകൾ, കമ്പുകൾ, കട്ടകൾ എന്നിവ ഉപയോഗിച്ച് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ഇതിന് വിരുദ്ധമായി സംസാരിച്ചത്. ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ലെന്നും ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്നുമായിരുന്നു പ്രോസിക്യൂട്ടർ നിലപാടെടുത്തത്.